ഇന്ന് ഞങ്ങള് സ്കൂള് തുറന്നതിന്റെ ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ട്ടോ കാണിക്കുന്നത്. ഇപ്പൊ സ്കൂള് തുറന്നിട്ട് ഒരാഴ്ചയൊക്കെ ആയി. ഇതുവരെ ഓൾക്ക് ഉച്ച വരെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നത്. 12 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നിപ്പം 3 മണി വരെ ഉണ്ട്. 3 മണിയല്ലേ? 3 മണി വരെ ഉണ്ട്. അതോടെ ലഞ്ചും സ്നാക്കും ഒക്കെ കൊണ്ടാണോ. ഇതുവരെ സ്നാക്ക് മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു കേട്ടോ. ബബിത കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്നാക്കിന് കൊടുത്തയക്കാനാണ് കേട്ടോ. ചിക്കൻ പോപ്കോൺ ഇല്ലേ, അതാണ് ഇന്നിപ്പോൾ സ്നാക്കിന് കൊടുത്തയക്കുന്നത്. അധികം ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ കൊടുത്തയക്കല്. പിന്നെ എന്നും ഫ്രൂട്ട്സ് ഒക്കെ ആകുമ്പോൾ ചടക്കൂലേ. അപ്പം ഇടക്ക് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഫ്രോസൺ ചെയ്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ കൊടുത്തയക്കും. അപ്പം ഇന്നിപ്പോ ചോറിലേക്ക് എന്താ കൂട്ടാണ് ഭാവിയ? പൊട്ടാറ്റോ. ചോറും അവൾക്ക് പൊട്ടാറ്റോ എല്ലാം ഇഷ്ടമാണ്. പൊട്ടാറ്റോ ഫ്രൈ ചെയ്താല് നല്ല ഇഷ്ടമാണ്. അപ്പൊ ചോറും പൊട്ടാറ്റോയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ സ്നാക്കും. ഇന്നിപ്പോ സ്കൂൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇത്താ. ഇന്നിപ്പോ റെഡ് അലർട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഇതൊക്കെ വെച്ചത്, ചോറൊക്കെ വെച്ചത് വെറുതെ ആവാതിരിക്കട്ടെ. നമുക്ക് കഴിക്കല്ലേ. വെറുതായാലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിരിക്കും. ലീവൊന്നും വന്നിട്ടില്ല. പക്ഷേണ് ഭാബി അടുപ്പിന്റെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കൂല. ഭാബിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പായാലതാ. UK മമ്മി അയക്കണം ഭാബി. ബാബിന്റെ ദോശ ചുടല് കഴിഞ്ഞു. ചോറ് വെച്ച് ബാബി ഭയങ്കര സ്പീഡാ. വേഗം പണികൾ തീരണം. ഇനി ഈ ഒരു സ്ലാബ് ക്ലീൻ ചെയ്യാനുള്ളൂ കേട്ടോ. ഈ സ്ലാബ് ക്ലീൻ ചെയ്യലേ ഇനി ഇതൊക്കെ സ്കൂൾക്ക് പോണതിന്റെ മുന്നേ ചെയ്ത് തീർക്കും. ഇത് ക്ലീൻ ചെയ്യലേ ഇനി. ഇത് പൊട്ടറ്റോ, ഇത് ഫ്രൈ ആക്കിയിട്ട് മസാല വെച്ചേക്കല്ലേ. പൊട്ടറ്റോ മസാല ആക്കി വെച്ചില്ലേ. പിന്നെ കുട്ടിക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം കേട്ടോ കൊടുക്കല്. പോയി ചൂടാറാൻ വേണ്ടി വെച്ചത്. ഇനി അല്ലറ ചില്ലറ പണിയുള്ളൂ അല്ലേ ബാബിയെ. ദോശക്ക് കൂട്ടാൻ തലേന്നത്തെ കുറച്ച് ബാക്കിയുണ്ട്. ചായക്കുള്ള വെള്ളം വെച്ചു. ഞങ്ങൾ സ്കൂൾക്ക് പോകുമ്പോഴേക്കും ബാബിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിയും കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഏകദേശം കഴിയും. ഹലനെ കൊണ്ടാക്കാളിയപ്പോൾ ബാബി കൂടെ വരവില്ല കേട്ടോ. ഞാനും ഹലയും മാത്രമാണ് പോക്ക്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ബാബി വരവുണ്ട്. അതിങ്ങനെ പതിയെ സ്റ്റോപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. അവൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ വെച്ചിട്ട് ബാബി കൂടെ വരണതാണ്. അപ്പോൾ ആദ്യമായിട്ടാണല്ലോ ലഞ്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ലഞ്ച് ബോക്സുമൊക്കെ പേരെഴുതി കൊടുക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും പേരെഴുതിക്കണം. ലഞ്ച് ബോക്സുമേലും സ്നാക്ക് ബോക്സുമേലും പിന്നെ വാട്ടർ ബോട്ടിലും ബാഗിലും എല്ലായിടത്തും ചെരുപ്പിലും ഒക്കെ പേരെഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട വിചാരിച്ചിട്ട്, കുട്ടികളല്ലേ. പിന്നെ അവിടുന്ന് ടീച്ചർ പറഞ്ഞു ചെയ്തിരുന്നു പേരെഴുതാൻ. അപ്പം ഇനിയിപ്പോൾ ഇതാ ലഞ്ച് പാത്രത്തിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒക്കെ റെഡി ആയി കഴിഞ്ഞു. കുളിക്കാനുള്ള വെള്ളമൊക്കെയാണ് കേട്ടോ. നല്ല തണുപ്പല്ലേ, കുറച്ച് ചൂടുവെള്ളം വെച്ചാൽ. ഇതാ ഹലനെ ഭാബി കുളിപ്പിക്കാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കുളിപ്പിച്ചെടുക്കുന്ന നേരം കൊണ്ട് ഞാൻ അവളെ യൂണിഫോമൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. യൂണിഫോം കൂടാണ്ട് ബാഗിൽ ഒരു കൂട്ട് ഡ്രസ്സും കൂടെ കരുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളല്ല, ഇനിയിപ്പോൾ യൂണിഫോം എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ് അവർ. അപ്പോൾ അതും ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് യൂണിഫോമൊക്കെ ഇട്ടുകൊടുത്ത് ബാബിത മുടിയൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. മുടി ശരിയാക്കി കൊടുക്കുമ്പോഴുള്ള യുദ്ധം കണ്ടില്ലേ. ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ഒന്നിട്ട് അടങ്ങി നിൽക്കൂല കേട്ടോ. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നേരെ തിരിച്ചാണ് ആൾ. ഭയങ്കര കുറവാണ്. വീട്ടിൽ നിന്നുള്ള ഈ ഒരു യുദ്ധം തന്നെ ഉള്ളൂ കേട്ടോ. അതിന് പിന്നെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമെന്നും പിന്നെ കാണിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ.
നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആ വഴീൻ്റെ അവിടെയൊക്കെ കുളം നിറഞ്ഞിട്ട് വെള്ളം മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ അപ്പോൾ വണ്ടി നിർത്തിയിടുന്നത്. അവരുടെ വീട്ടിലേക്ക് നേരിട്ടിട്ട് വേറെ റോഡുണ്ട്. അപ്പോൾ അങ്ങനെ ആ റോട്ടിൽ അങ്ങനെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞാനിപ്പോൾ വണ്ടി നിർത്തിയിടൽ കേട്ടോ. അപ്പോൾ അവിടെ വന്ന് വണ്ടിയൊക്കെ എടുത്തതാ ആളെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. സ്കൂളിലൊക്കെ കൊണ്ടാക്കി വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടിക്കാനും തുടക്കാനൊക്കെ നിൽക്കുന്നത്. ഈ പണിയൊന്നും കഴിക്കാണ്ടാണ് പോയത്. സാധാരണ ഞാനിതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവളെ സ്കൂളിലാക്കാൻ പോക്ക്. പക്ഷെ ഇന്നിപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നോണ്ട് വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ചെയ്യണത്. അങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി വന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ബാബിൻ്റെ കുക്കിംഗ് പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ പണി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പിട്ട മഴയും കൂടെ പെയ്യണല്ല. ഇതുവരെ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പം അത് മഴ തുടങ്ങിയേക്കും. അപ്പോൾ ബാബി കഴിക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. ബാബി ഫുള്ള് വെസ്റ്റേൺ. ഞങ്ങളന്ന് നെക്സ്റ്റ് പോയപ്പോൾ ഹല വാങ്ങിയത് എന്നിട്ടാ സീരിയല്. ഇതെന്ത് സീരിയലാ? പല ഫ്ലേവറിൻ്റെ ഫ്രൂട്ടിൻ്റെ അല്ലേ? കുറേ ഓള് മൂഞ്ചിക്കണ വാങ്ങിയിട്ട്. അതാണെങ്കിലോ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല മധുരം, പാലിട്ട് കഴിക്കുമ്പോൾ മധുരം കുറയുന്നുണ്ട്. പക്ഷെ ഒരു ടോണിക്കിൻ്റെ ഒക്കെ ചായ കഴിക്കാൻ കഴിയണില്ല. അതുപോലെ നമ്മള് പാവം, നമ്മള് ഗ്ലാസ് കോഫി അടിക്കണം. കോഫിന്റെ ബ്രാൻഡ് ഭാവിനോട് പറയാൻ പറഞ്ഞിട്ട് കേട്ടോ. കഞ്ഞടിക്കണ പോലെ സീരിയല് കൊല്ലത്തിൽ ഒരു ദിവസമൊക്കെ തിന്ന. അതും ഒരു സ്പൂണ് മാത്രം. അതിന്റെ മേലക്കാ സാധനം തിന്നാൻ കഴിയൂല. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തീരെ ടൈം പോകണില്ല കേട്ടോ. ഇതിപ്പോൾ കുട്ടിക്ക് വൈകുന്നേരം വരെ 3 മണി വരെ ക്ലാസ്സും ഉണ്ടല്ലോ. അപ്പം ഞങ്ങളിതാ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കഴിച്ചപ്പോൾ ചോറിൻ്റെ മുന്നേ ചോറല്ല ഇവിടെ എനിക്ക് ബാബിക്ക് പിന്നെ സ്റ്റാർട്ടിങ് ആണ്. ഞാൻ ഹല ഒക്കെ ജലദോഷം പനിയൊക്കെ പിടിച്ച് കിടക്കേട്ടോ. കിടക്കണില്ല, ജലദോഷം പനിയൊക്കെ പിടിച്ചിക്കണ് നടക്കാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞൊടിക്കാൻ പോതി. കഞ്ഞും നാരങ്ങച്ചാറും. അപ്പൊ ഇന്ന് ചോറാക്കിയില്ല, കഞ്ഞിയാക്കിട്ടോ. അതുകൊണ്ട് ലഞ്ചിന്റെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. ഇനി കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പൊ ടൈം ഒരു 3 മണിയായി. അപ്പോൾ ഞാനും ഭാവിയും കൂടെ, ഭാവി കൊണ്ടാക്കുമ്പോൾ വരവില്ല, പക്ഷെ കൊണ്ടുവരുമ്പോൾ വരവുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ നല്ല വെള്ളം. മഴ ചെയ്താൽ പെട്ടെന്ന് വെള്ളമാവും, വേഗം വറ്റും ചെയ്യും കേട്ടോ. ഞാൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാതെ നമ്മളടുത്തുള്ള വീട്ടിൽ നിർത്തണേ. അതുവരെ ഈ മഴ ഇപ്പോൾ പെയ്യൂ. ഞങ്ങൾ കുട്ടീനിട്ട് വന്നിട്ട് കാണട്ടോ. അവൾക്കുള്ള റെയിൻകോട്ടൊക്കെ എടുത്തതാണ്. എന്താ കുഞ്ഞാ, ചോറൊക്കെ കഴിച്ചാ? ഫുഡ് ഫുള്ള് കഴിച്ചാ? പൊട്ടിട്ട് കഴിച്ചിട്ട് പൊട്ടിട്ട് ഹാൻഡിട്ട് ഫുഡ് കഴിച്ച് കറണ്ട് പോയി കഴിച്ച്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ രാത്രിയാ വീഡിയോ എടുക്കുന്നത്. ഞങ്ങള് വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മളെ കറണ്ട് വന്നു കേട്ടോ. ഇന്നിപ്പോൾ രാത്രി ഉച്ചക്ക് കഞ്ഞിയായോണ്ട് രാത്രി കഴിക്കാനും ഫുഡൊന്നുമില്ല. അപ്പോൾ കുറച്ച് മാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദോശ ഇടാന്ന് വിചാരിച്ചു.
ദോശക്കുള്ള ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ബാബി ഇപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം നാളേക്കുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ റെഡി ആക്കും കേട്ടോ. അപ്പം അതിലേക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഇപ്പം തന്നെ വെച്ച് വെക്കുകയാണ്. നാളെ പുട്ടും കടലക്കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതിനുള്ള കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കഴിക്കാനുള്ള ചട്നി, ദോശൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത കറണ്ട് പോകുമ്പോഴത്തിന് ഇത് വേഗം അരച്ചെടുക്കണം. ബാബി ദോശ ചുടുണ്ട്. ഞാനിതാ ദോശക്കുള്ള ചട്നി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. എങ്ങണ്ടാ അല്ല ബേബി, ഇതാ ദോശ കൊഞ്ചല്ലേ എന്നോട് പറയലുണ്ട് കേട്ടോ ബേബിയെ. എൻ്റെ ഗുഡ് വർത്താനം പോയി, കൊഞ്ച് വർത്താനം പറഞ്ഞിട്ട്. ഇനി കൊഞ്ചലേ വരുള്ളൂ. ബാബിക്ക് ഹലന്റെ ഈ യൂണിഫോമോ മറ്റേ യൂണിഫോമോ ഇഷ്ടമായി? ഇതോ? ബാബി നാളേക്കുള്ള യൂണിഫോം തേക്കാണ് കേട്ടോ. നാളെ വെനസ്ഡേ ആയതുകൊണ്ട് ഈ യൂണിഫോമാണ്. ആണ്, മൺഡേ ക്ലാസ്സിലായിരുന്നു. അപ്പം വെനസ്ഡേ ആയതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും ഒരേ യൂണിഫോമാട്ടോ. നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. സ്കൂളിട്ട് വന്നിട്ട് സ്കൂളിലുള്ള ഒരു ദിവസത്തെ ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണിച്ചത്. പക്ഷെ ഇങ്ങനെ ഡെയിലി വീഡിയോ വരും എന്ന് വിചാരിക്കണില്ല ബോബിയെ. എന്തിയ സൗണ്ടൊക്കെ പോയോ? ഞങ്ങൾ നേരത്തെ കിടക്കും. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നതല്ലേ, അപ്പൊ ഓളെ നേരത്തെ പൊന്തിക്കാൻ വേണ്ടിട്ട് നേരത്തെ കിടക്കും. ഹലോ, അറിയില്ലല്ലേ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.